ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറുപരിപ്പാണ്. ചെറുപയറിൻ്റെ പരിപ്പ് അത് 2 കപ്പ് ഇട്ടിട്ടുണ്ട്. അരക്കപ്പ് ഉഴുന്നും 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3-4 തവണ കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിൽ ഇത് ഒരു 2.5 തൊട്ട് 3 മണിക്കൂർ വരെ കുതിരാനിടണം. ഒരുപാട് സമയം കുതിർത്ത് എടുക്കുന്ന അല്ല നല്ലത്, കുറച്ച് സമയം കൊണ്ട് കുതിർന്ന് കിട്ടും. നല്ല വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ചു വെക്കാം. രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ലതായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം തന്നെ ഒഴിച്ച് വേണം നമുക്ക് അരച്ചെടുക്കാൻ. അത് കുറേശ്ശെ ഇട്ട് അരച്ചെടുക്കാം. അതുപോലെ വെള്ളം ഒരുപാട് കോരി ഒഴിക്കരുത്. 2-3 ബാച്ചായിട്ടാണ് ഞാനിത് അരച്ചെടുത്തത്. അത് അരയ്ക്കുന്നത് ഒരു വലിയ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം. വേണ്ട, ഒരു ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അത് മുഴുവനും നമ്മൾ അരച്ചെടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം തവി കൊണ്ട്. അതിനുശേഷം 8 മണിക്കൂർ നേരം ഞാനിത് അടച്ചു വെക്കുന്നുണ്ട്. എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലാണിത് റെഡിയാക്കി വെക്കേണ്ടത്. 8 മണിക്കൂറിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. എല്ലാം ഉണ്ടോ, നന്നായിട്ട് എല്ലാം ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇനി തവി കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒക്കെ അരിഞ്ഞിട്ട് ഇഡ്ഡലി ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ്. പണ്ടൊക്കെ ഞങ്ങളുടെ സ്ഥലത്തൊക്കെ എല്ലാവരും അങ്ങനെയായിരുന്നു ഇഡ്ഡലി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് എല്ലാവരും വല്ലപ്പോഴും ഒക്കെ ഇടാറുള്ളൂ. അതെല്ലാം ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സാധാരണ ഇഡ്ഡലി പോലെ മുകളിൽ എണ്ണ പുരട്ടി, അല്ലെങ്കിൽ ബട്ടറോ നെയ്യോ എന്തോ വേണ്ടില്ല, ഞാനിപ്പോൾ ബട്ടറാണ് പുരട്ടി കൊടുക്കുന്നത്. അതിനുശേഷം സാധാരണ ഇഡ്ഡലി പോലെ തന്നെ നമുക്കത് വേവിച്ചെടുക്കാം. ഞാൻ ഈ മോൾഡ് ഓൺലൈനിൽ വാങ്ങിയതാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം, വേണ്ടവർക്കത് പർച്ചേസ് ചെയ്യാം. ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ആദ്യം ഫ്ലെയിം കൂട്ടി വെച്ച് നല്ലതുപോലെ ആവി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. അങ്ങനെ മുഴുവൻ തട്ടിലും ഇങ്ങനെ ആ ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ്. ഇത് ഡയബറ്റിക്സും ഒക്കെ ഉള്ളവർക്ക് കഴിക്കാം. അതുപോലെ അരിയാഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, കുറച്ച് അസുഖങ്ങൾ കൊണ്ട് കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ വയറ് നിറച്ചത് കഴിക്കാവുന്നതാണ്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോന്നായിട്ടൊന്ന് എടുത്ത് ഇളക്കിയെടുക്കണം. അത് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഇളക്കിയെടുക്കുന്നതാണ് നല്ലത്. പിന്നെ ബട്ടർ പുരട്ടിയാൽ പെട്ടെന്ന് ഇളകി കിട്ടും. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും കഴിക്കാനൊക്കുന്ന, പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഇഡ്ഡലിയുടെ ഇതിൻ്റെ കൂടെ സാമ്പാറും ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഈ മാവ് വെച്ച് നമുക്ക് ദോശയും ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.